കൊല്ലത്തേക്ക് പോകാം. കണ്ണൻ നായരാണ് നമുക്കൊപ്പം ചേരുന്നത്. കണ്ണൻ, 47% പോളിംഗ് പിന്നിട്ടിട്ടുണ്ട് കൊല്ലത്തും തീപാറുന്ന പോരാട്ടമാണ്, പ്രത്യേകിച്ച് കോർപ്പറേഷനിലേക്ക്. എന്താണ് ഇതുവരെയുള്ള ഒരു ചിത്രം? ഇപ്പോൾ കൊല്ലം ജില്ലയിലെ പോളിംഗ് ഏതാണ്ട് 50% അടുത്തേക്ക് എത്തുകയാണ്. കാര്യം നമുക്ക് നേരത്തെ ലഭിച്ചത് 1 മണിക്കുള്ള കണക്കാണ്. അത് 47 കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 50ലേക്ക് അടുക്കുകയാണ്. അതായത് ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. കൊല്ലം ഒരു ഇടത് കോട്ടയാണ് എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇത്തവണ അതിന് മാറ്റമുണ്ടാകണം എന്നുള്ളതാണ് UDF-ന്റെയും അതുപോലെ NDA-യുടെയും താല്പര്യം. കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. അത് കൂടി ഈ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതും. 57 ഡിവിഷനുകളാണുള്ളത്. ആ ഡിവിഷനുകളിൽ ഏതാണ്ട് 22 23 ഡിവിഷനുകൾ പിടിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഭരണം നേടാൻ സാധിക്കും എന്നുള്ളതാണ് മുന്നണികളുടെയൊക്കെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ, ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച കാലം മുതൽ തന്നെ ഇവിടെ ഭരിക്കുന്നത് LDF ആണ്. ഇത്തവണ അതിന് മാറ്റമുണ്ടാക്കണം എന്നുള്ളതാണ് UDF-ന്റെ ഒരു പ്രതീക്ഷ. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊക്കെ തന്നെയുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർക്ക് സംശയമുണ്ട്. മറ്റ് നഗരസഭകളിലേക്ക് പോയി കഴിഞ്ഞാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പുല്ലൂരിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു മത്സരത്തിന് ഒരു ചെറിയ മാറ്റമുള്ളത്. BJP 13 ഡിവിഷനുകളിൽ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് UDF-ഉമായുള്ള ഒരു കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളൊരു ആരോപണമൊക്കെ തന്നെ LDF-ന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്ന് തന്നെയായാലും നിലവിൽ വലിയ വാശിയോടുകൂടിയുള്ള ഒരു പ്രചരണം നടന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഈ പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നത്. മലയോര മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ, തോട്ടമേഖലയിലും മലയോര മേഖലയിലുമാണ് കൂടുതലായി ആൾക്കാരെത്തി ഒരു വോട്ട് രേഖപ്പെടുത്തി രാവിലെ തന്നെ അവരുടെ മറ്റു ജോലികളിലേക്ക് പോകുന്ന രീതി ഉണ്ടായത്. ഈ തീരദേശ മേഖലയിലും എടുത്തു പറയേണ്ടതാണ്. തീരദേശ മേഖല LDF-നും UDF-നും ഒരുപോലെ സ്വാധീനമുള്ള മേഖല തന്നെയാണ്. ആ മേഖലയിലൊക്കെ തന്നെ ശക്തമായ ഒരു വീറും വാശിയോടും കൂടിയുള്ള ഒരു വോട്ടെടുപ്പ് എന്ന് തന്നെ പറയാൻ സാധിക്കും. പല ബൂത്തുകളിലും ഇപ്പോൾ ഉച്ച സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു മന്ദത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു 12 മണി വരെയൊക്കെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നൊരവസ്ഥയാണ്. ഇനി ഒരു 3 മണിയോട് കൂടിയാകുമ്പോഴേക്കും തിരക്ക് കൂടും. മാത്രമല്ല ഓരോ മുന്നണി പ്രവർത്തകരും തങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ ഇനി ഏതെങ്കിലും പോൾ ചെയ്തിട്ടില്ലയോ അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ കൂടുതലായി ഈ ബൂത്തുകളിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിൽ നടക്കാൻ പോവുക.